ശിവരാത്രി വ്രതം എങ്ങനെ അനുഷ്ഠിക്കാം? തലേ ദിവസം മുതൽ അതിൻ്റെ കാര്യക്രമങ്ങൾ ചെയ്തു തുടങ്ങാം. എന്ന് വെച്ചാൽ ഫെബ്രുവരി 25-ന് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താം. അവിടെ ധാര നടക്കുന്ന സമയമുണ്ടാവും. ആ നടക്കുന്ന സമയത്ത് അവിടെ നടക്കിൽ പോയി കണ്ണടച്ചിട്ട് ആ ധാര നടക്കുന്നത് എൻ്റെ ശരീരത്തിലും കൂടിയാണ് എന്ന് മനസ്സിൽ സങ്കല്പിച്ച് എൻ്റെ ശരീരത്തിലെ എല്ലാ നെഗറ്റീവായിരിക്കുന്ന ഇമോഷൻസുകളും തോട്ട്സുകളും എനർജീസ് എല്ലാം റിലീസ് ചെയ്ത് ഈ ശിവരാത്രിയിൽ ഭഗവാനിലേക്ക് അടുക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. ഇതാണ് നിങ്ങൾ തലേദിവസം ചെയ്യേണ്ട കാര്യം. ഇത് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ ഭസ്മധാരണം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ ദിവസം മൊത്തം നിങ്ങൾ പിന്നെ ചെയ്യേണ്ട കാര്യം പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടിരിക്കുക, ഓം നമഃ ശിവായ ജപിക്കുക. പിറ്റേ ദിവസം ഒരിക്കലെടുക്കുക. ഒരു നേരം ഭക്ഷണം കഴിക്കുക, അരി ആഹാരം കഴിക്കുക എന്ന് പറയാറുണ്ട്. അത് പൂർണ്ണ ഉപവാസം എടുക്കാൻ സാധിക്കുന്നവർക്ക് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? രാവിലെ ക്ഷേത്ര ദർശനമാവാം, വൈകിട്ടാവാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫുൾ ടൈം ഭഗവാനിലേക്ക് അടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് ഉറക്കം ഒഴിക്കുന്ന പറയാം. രാത്രി എന്ത് ചെയ്യണം? ഏതെങ്കിലും ക്ഷേത്രത്തിലോ എന്തെങ്കിലും പരിപാടികൾ കാണുമായിരിക്കും. അവിടെ പോയിട്ട് ഭഗവാൻ കണ്ണടച്ച് എന്ത് കാര്യം ചെയ്യുന്നതായാലും ഭഗവാനിലേക്ക് സമർപ്പിച്ച് ഓരോ നാമജപവും ഭഗവാനിലേക്കാണ് എന്ന് മനസ്സങ്കല്പിച്ച് ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ക്ഷേത്രത്തിലോ വീട്ടിലോ എവിടെയാണെങ്കിലും ആ സമയം കുറച്ച് നേരമെങ്കിലും നിങ്ങൾ ഭഗവാന് വേണ്ടി കൊടുക്കുക. അത്ര ചെയ്യേണ്ടേ ഉള്ളൂ. അങ്ങനെ ഉറക്കമൊഴിച്ച് ആ ദിവസം പൂർണ്ണമാക്കി ശിവരാത്രി സാധന പൂർണ്ണമാക്കുക.